പെരിയാറിൽ ചരിത്രമായ സ്വിമ്മത്തോൺ. ഭാരതത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ വാട്ടർ സ്വിമ്മത്തോണായ കൊച്ചി സ്വിമ്മത്തോൺ അൾട്രാ 2026 ആലുവയിലെ പെരിയാർ നദിയിൽ നടന്നു. ഓട്ടിസം ബാധിതരായ 100 കുട്ടികളും ഇത്തവണ സ്വിമ്മത്തോണിൽ പങ്കെടുത്തു. 2022 ആരംഭിച്ച സ്വിമ്മത്തോണിന്റെ 5ാം എഡിഷനാണ് ആലുവയിലെ പെരിയാറിൽ നടന്നത്. പെരിയാറിന്റെ ഭംഗി കൊണ്ടും ജലത്തിന്റെ ശുദ്ധി കൊണ്ടും ദേശീയ തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് ഈ മത്സരം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 948 പേർ കായികമേളയിൽ പങ്കെടുത്തു. ഇവരിൽ ഓട്ടിസം ബാധിതരായ 100 കുട്ടികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. വെള്ളത്തിൽ വീണുള്ള അപകടങ്ങൾ ഇല്ലാതാക്കുക എന്ന അടിസ്ഥാന ലക്ഷ്യവും നീന്തൽ രംഗത്ത് ഒരു ഒളിമ്പിനെ സൃഷ്ടിക്കുക എന്നതുമാണ് സ്വിമ്മത്തോണിന്റെ ഉദ്ദേശം. കേരളത്തിൽ നിന്ന് പുറമെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജപ്പാനിൽ നിന്ന് വരെയുള്ള സ്വിമ്മേഴ്സ് വരുന്നുണ്ട്. ഇത്തവണ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വിമ്മത്തോണായി മാറിയിരിക്കുകയാണ് കൊച്ചി സ്വിമ്മത്തോൺ. നമ്മൾ കൂടുതലും ഉദ്ദേശിക്കുന്ന കൊച്ചു കുട്ടികളെയാണ് ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ ഉദ്ദേശം നമ്മുടെ പുഴയിൽ ആൾക്കാർ കൂടുതൽ നീന്തുക, അതിൽ കൂടി നമ്മുടെ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുക, പുഴയ്ക്കുള്ള ആൾക്കാർ സ്നേഹിക്കുന്നതോടു കൂടി പുഴ കൂടുതൽ ആക്റ്റീവ് ആവും. അതുപോലെ തന്നെ നല്ലൊരു ഒളിമ്പ്യനെ കണ്ടെത്തുക എന്നുള്ളതാണ് വലിയ ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. ഏകദേശം നമ്മൾ അതിൻ്റെ അച്ചീവ്മെന്റിന്റെ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. പുലർച്ചെ 5 മണി മുതൽ ആരംഭിച്ച ഈ കായികമേളയിൽ 400 മീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വിവിധ വിഭാഗങ്ങളിലായുള്ള നീന്തൽ മത്സരങ്ങൾ നടന്നു. This is my second time in Kochi and my first time participating in 16 kilometers. The experience was very good. The water was nice. It felt good. It was I wouldn't say it was a smooth competition, but quite competitive, and I enjoyed the thrill and the swim very much. I came to Kochi last year, 2024, and I came overall first in 10 kilometers last year. This year I came overall second in boys and girls and first in girls. പെരിയാറിലെ നദിയിലെ ഒഴുക്ക്, ദൂരം, താപനില വ്യത്യാസങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ കണക്കിലെടുത്ത് കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു മത്സരങ്ങൾ നടന്നത്. ആലുവ മുനിസിപ്പൽ ചെയർപേഴ്സൺ സജി ജോളി സ്വിമ്മത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ സഹകരണത്തോടെയും പെരിയാർ അഡ്വഞ്ചേഴ്സ് ജനകീയ കൂട്ടായ്മയുടെ പിന്തുണയോടെയുമാണ് സ്വിമ്മത്തോൺ നടന്നത്. ജനം, കൊച്ചി.